തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഈ അടുത്ത് വായിക്കാനിടയായ ഒരു മനോഹരമായ ചിന്തയാണ് എ മംസ് പ്രെയർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി. ഒരമ്മയുടെ ചെയർ. ഒരു മകൾ ഒരു പുരോഹിതനെ സമീപിച്ചുകൊണ്ട് തൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി വീട് വരെ വരണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ വൈദികൻ ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ മനോഹരമായി അലങ്കരിച്ച ഒരു ചെയർ രോഗിയായി കഴിയുന്ന ഈ വൃദ്ധയുടെ ബെഡിനരികിൽ കണ്ടു. അദ്ദേഹം കരുതിയത് തനിക്ക് വേണ്ടി കരുതി വെച്ചതാണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ വരുമെന്ന് മകൾ പറഞ്ഞു കാണുമല്ലേ? ആ വൃദ്ധ പറഞ്ഞു, അല്ല ഫാദർ, ഇത് അങ്ങേക്ക് വേണ്ടി കരുതി വെച്ചതല്ല. എന്നിട്ട് ആ വൃദ്ധ ഒരനുഭവം പറഞ്ഞു. പ്രാർത്ഥിക്കാനൊന്നും അറിയാതെ, ഏകാഗ്രത കിട്ടാതെ, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങണമെന്നൊക്കെ അറിയാതിരിക്കുന്നവർക്ക് ഒരു സ്നേഹിത ഉപദേശിച്ചു കൊടുത്തു, നീ ഇങ്ങനെ ചെയ്യണം, നിൻ്റെ മുറിക്കുള്ളിൽ ഒരു നല്ല ചെയറിട്ടിട്ട് അതിൽ ഈശോ ഇരിക്കുന്നുവെന്ന് സങ്കല്പിച്ച് നിനക്ക് പറയാനുള്ളതെല്ലാം ഈശോയോട് പറയണം. അങ്ങനെ ഈ നല്ല വൃദ്ധയായ ആ വിശ്വാസിനിയായ അമ്മ ഓരോ ദിവസവും ആ ചെയറിൽ ഈശോയെ കണ്ടുകൊണ്ട് ഒരുപാട് നേരം സംസാരിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് ആ വൃദ്ധ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഫാദർ, ഇത് മകളോട് പറയരുത്, അവൾക്കിതൊന്നും അറിയില്ല. ആരോടും പറയില്ല എന്ന് പറഞ്ഞ് ആ വൈദികൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു അറിയിപ്പ് കിട്ടി, ആ നല്ല അമ്മ മരിച്ചുപോയി. പക്ഷേ ആ മകൾ അദ്ദേഹത്തോട് പറഞ്ഞു, പക്ഷേ ഫാദർ, ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അമ്മ അവിടെ കിടന്നിരുന്നൊരു കസേരയിൽ ആരുടെയോ മടിയിൽ ചാഞ്ഞു കിടക്കുന്നത് പോലെ കിടന്നിട്ടാണ് മരിച്ചത്. അതെന്താണെന്ന് മനസ്സിലായില്ല. ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞ കഥ മുഴുവനും കേട്ട ആ പുരോഹിതൻ പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ അമ്മ ഈശോയുടെ മടിയിൽ മുഖം ചായ്ച്ചാണ് മരിച്ചത്. അതുപോലൊരു നല്ല മരണം ലഭിക്കാൻ നമ്മളും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊരു സംഭവ കഥയാണോ അറിയില്ല. പക്ഷേ പലപ്പോഴും പ്രാർത്ഥനയിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഏകാന്തതയും തനിച്ചാകലും ഒക്കെ അനുഭവിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഈ വൃദ്ധയായ ഈ അമ്മയെപ്പോലെ നമ്മുടെ അരികിൽ ദൈവത്തെ കാണാനും അവനായിട്ട് ഒരിരിപ്പിടം മാറ്റി വയ്ക്കാനും ആ കാൽപാദങ്ങളിൽ ചേർന്നിരിക്കാനും ആ മടിയിൽ കിടന്ന് നമ്മുടെ സങ്കടങ്ങൾ പറയാനും നമുക്കും സാധിക്കേണ്ടതല്ലേ? ഇത്തരമൊരു ദൈവികമായ ഒന്നാകലിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം.